ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇതുപോലെ നമ്മുടെ വീട്ടിൽ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ഒന്നല്ല ഒരു 100 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ മണിക്കൂർ കണക്കിന് ചെയ്യുന്ന ക്ലീനിങ് ജോലികളൊക്കെ നിമിഷ നേരം കൊണ്ട് തീർത്തിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാനും സാധിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറുനാരങ്ങയാണ് കേട്ടോ എടുക്കുന്നത്. അത് രണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുഞ്ഞതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, എത്ര തന്നെ നമ്മൾ ടോയ്ലറ്റും ബാത്റൂമും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും ബാഡ് സ്മെല്ല് ഉണ്ടാകുക അല്ലെങ്കിൽ മഞ്ഞക്കറ ഉണ്ടാവുക എന്നുള്ളതൊക്കെ. അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് കൈ തൊടാണ്ട് കൊണ്ട് ഒരു മാസം മുഴുവനും നമ്മുടെ ടോയ്ലറ്റ് നല്ല ഫ്രഷായിട്ട് മാസം മുഴുവനും നല്ല പളാന്ന് വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ടും ഇതുപോലെ ഒരു തവണ നിങ്ങളൊന്ന് ചെയ്ത് വെച്ചാൽ മതിയാകും. അപ്പോൾ അതാ ഒരു ചെറുനാരങ്ങ ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിലേക്ക് കല്ലുപ്പ് പൊടിച്ചതാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വാഷിംഗ് സോപ്പും ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ അളവിലേക്കാണ് വാഷിംഗ് സോപ്പ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നത്. നിങ്ങൾക്ക് വാഷിംഗ് സോപ്പിന് പകരം സോപ്പ് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഏകദേശം 1 ടീസ്പൂൺ അളവിലേക്ക് വാഷിംഗ് സോപ്പും ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ആ ഒരു ചെറുനാരങ്ങയുടെ നീരൊക്കെ പുറത്ത് വരത്തക്ക രീതിക്ക് വേണം നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും മാത്രം മതി മാസം മുഴുവനുള്ള നമ്മുടെ ടോയ്ലറ്റ് ക്ലീനിങ്ങിന്. അത് മാത്രമല്ല, കൈ തൊടാണ്ട് കൊണ്ട് കുനിയാണ്ട് കൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ക്ലീനിങ് ജോലികൾ തീരുകയും ചെയ്യും. ടോയ്ലറ്റിൽ ഇതുപോലെ നമ്മളൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ, ഇനിയിപ്പോൾ വെക്കേഷനൊക്കെയാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരുപാട് വിരുന്നുകാരുണ്ടാവും. നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ ഒരുപാട് തവണ ഫ്രീക്വൻ്റ് ആയിട്ട് ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ല ബാഡ് സ്മെല്ല് ഉണ്ടാകും. അങ്ങനെയൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊന്ന് ചെയ്ത് വെച്ചാൽ മതിയാകും. അപ്പോൾ അതാ നമ്മൾ റെഡിയാക്കിയ ആ ഒരു ലെമണിൻ്റെ മിക്സ് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു മാസ്കിൻ്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള മാസ്ക് ഇല്ല എങ്കിൽ നേരിയ കോട്ടൺ തുണിയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതാ ഞാൻ മാസ്കിൻ്റെ മുകൾ ഭാഗം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്കതിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കിയ നമ്മുടെ ലെമൺ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എത്ര ബാഡ് സ്മെൽ ഉണ്ടെങ്കിലും അതൊക്കെ പോക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ ഒരു ലെമൺ മിക്സ് സഹായിക്കും. ഒറ്റ തവണ മാത്രം നമ്മൾ റെഡിയാക്കിയ ഒരു ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ റെഡിയാക്കി നിങ്ങളുടെ ഫ്ലഷ് ടാങ്കിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു മാസം മുഴുവനുള്ള ക്ലീനിങ്ങിന് ഇത് തന്നെ ധാരാളമായിരിക്കും. കൈ തൊടാണ്ട് കൊണ്ട് ടോയ്ലറ്റ് നല്ല പളാന്ന് വെട്ടിത്തിളങ്ങാനും ബാഡ് സ്മെല്ലൊന്നും ഇല്ലാണ്ട് കൊണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ഇത് നിങ്ങൾ ഒരുപാട് സഹായിക്കും. അപ്പോൾ അതാ നമ്മുടെ മാസ്ക് നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് ഇതുപോലൊന്ന് കെട്ടിയെടുക്കാം. മാസ്കിൻ്റെ മറ്റേ അറ്റം നമുക്ക് ഇതുപോലൊന്ന് തൂക്കിയിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണം നമ്മൾ മാസ്കിൻ്റെ മറ്റേ അറ്റം ഇതുപോലെ ഫ്രീ ആക്കിയിട്ട് വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു മാസ്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. നമ്മൾ ഫ്ലഷ് ടാങ്കിലേക്ക് ഇതുപോലൊന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മാത്രം മതി. ഓരോ തവണ നമ്മൾ ഫ്ലഷ് ചെയ്യുമ്പോഴും എത്ര ബാഡ് സ്മെൽ ഉണ്ടെങ്കിലും ഇല്ലാണ്ട് പോകാനും ടോയ്ലറ്റിലെ ആ ഒരു മഞ്ഞക്കറയും കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ഒറ്റ ഫ്ലഷ് കൊണ്ട് നമുക്ക് സഹായിക്കും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു വെക്കേഷൻ നിങ്ങൾക്ക് ഇത് ഒരുപാട് തന്നെ ഉപയോഗപ്രദമാകും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ലെമണാണ്. ആ ഒരു ലെമൺ നമുക്ക് ഇതുപോലൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂൺ അളവിലേക്കാണ് ഞാൻ ആ ഒരു ലെമൺ ജ്യൂസ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വാസ്ലൈനാണ്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അളവിലേക്ക് വാസ്ലൈനും ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ലെമണിൻ്റെ കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലെമണിൻ്റെ കൂട്ടത്തിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ വാസ്ലൈൻ ഇട്ട് കൊടുത്താൽ അത് ഇതുപോലെ മിക്സ് ആവില്ല. അതിന് പകരമായിട്ട് നമുക്ക് നമ്മുടെ ലെമൺ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതായത് ഡബിൾ ബോയിൽ ചെയ്യുന്ന രീതിക്കാണ് നമ്മളിത് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ടും കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ആ ഒരു പാത്രത്തിൽ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ആ ഒരു ചൂടുള്ള പാത്രത്തിലേക്ക് നമ്മൾ ലെമൺ ഒഴിച്ച് ആ ഒരു ബൗൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബൗളിലുള്ള അല്ലെങ്കിൽ ആ ഒരു പാത്രത്തിലുള്ള വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് വേഗത്തിൽ തന്നെ നമ്മുടെ ആ ഒരു വാസ്ലൈൻ നല്ല രീതിയിൽ തന്നെ മെൽറ്റ് ആവുകയും നമ്മുടെ ആ ഒരു ലെമണിൻ്റെ കൂടെ നന്നായിട്ട് തന്നെ നമുക്ക് മിക്സായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാ നമ്മുടെ ലെമൺ വാസ്ലൈനും നല്ല രീതിയിൽ തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കൈകളിലും കാലിലൊക്കെ ഉള്ള ആ ഒരു ടേണൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലെമൺ, അതായത് ലെമണും നമ്മുടെ വാസ്ലൈനും മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു മിക്സ് നമ്മൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് കൈൻ്റെയൊക്കെ മുട്ടിയിലുള്ള ഒരു കറുപ്പ് ഭാഗം മാറ്റുക എന്നുള്ളത്. ആ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വ്യത്യാസം, ആ ഒരു ടാണൊക്കെ പോയിട്ട് നന്നായിട്ട് തന്നെ ബ്രൈറ്റൺ ആകും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ്
ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചിരാതാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു ചിരാതിലേക്ക് ഞാനൊരു അര ലെമണാണ് പിഴിഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ വീടുകളിലുള്ള പോസിറ്റിവിറ്റീനെ ജാസ്തിയാക്കാനും അതുപോലെ തന്നെ നെഗറ്റിവിറ്റിയെ ഇല്ലാണ്ടാക്കാനും വേണ്ടിയിട്ട് ഈ ഒരൊറ്റ വിളക്ക് മാത്രം മതി. വൈകുന്നേര സമയത്ത് ഇതുപോലൊന്ന് നിങ്ങൾ കത്തിച്ചു വെക്കുകയാണെങ്കിൽ എത്ര തന്നെ നെഗറ്റിവിറ്റി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും അതൊക്കെ ഇല്ലാണ്ട് പോവുകയും നല്ലൊരു പോസിറ്റീവ് വൈബ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ അതാ അര ലെമൺ ഞാൻ പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നല്ലെണ്ണ മാത്രം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കൂടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം 2 കർപ്പൂരം ഞാൻ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ആ ഒരു കർപ്പൂരം കത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലാണ്, മാത്രമല്ല നല്ലൊരു പോസിറ്റിവിറ്റിയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. ആ ഒരു കർപ്പൂരം കത്തുമ്പോൾ ആ ഒരു ലെമണും നല്ലെണ്ണയൊക്കെ ചേർന്ന് വരുന്ന ആ ഒരു പുക അത്രത്തോളം നല്ലതാണ്. ഇപ്പോൾ ഫ്രൂട്ട് സീസണൊക്കെ ആയി തുടങ്ങി, അതുകൊണ്ട് തന്നെ ഒരുപാട് പൊടിയീച്ചകളുടെയും ഈച്ചകളുടെയും ശല്യം നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകും. അതൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും എത്രത്തോളം കൊതുകിൻ്റെ ശല്യം നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും അതൊക്കെ ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ടും വൈകുന്നേര സമയത്ത് ഇതുപോലൊരു വിളക്ക് മാത്രം നിങ്ങൾ കത്തിച്ചു വെച്ചാൽ മതിയാകും. കുട്ടികളുള്ള വീടാണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വിളക്ക് കത്തിക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര ലെമണാണ് എടുത്തിരിക്കുന്നത്. അതായത് ഓൾറെഡി ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ലെമണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ അളവിലേക്ക് പൊടിച്ച കല്ലുപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ടോയ്ലറ്റിലൊക്കെ അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ നമ്മൾ ഇതുപോലെ ഉപയോഗിക്കുന്ന നമ്മുടെ ടാപ്പുകളൊക്കെ എപ്പോഴും വെള്ളമൊക്കെ തട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഉപ്പ് കറിയും തുരുമ്പ് കറിയും വേഗത്തിൽ തന്നെ പിടിക്കുകയും അത് എത്ര തന്നെ നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാലും അത് വീണ്ടും വീണ്ടും വരികയും ചെയ്യും. നമ്മൾ കഴുകിയ പിന്നീട് ആ ഒരു തുരുമ്പ് കറിയും ഉപ്പ് കറിയും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ലെമണിൽ കുറച്ച് കല്ലുപ്പ് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് തേച്ച് നോക്കൂ. പിന്നീട് നമുക്ക് ആ ഒരു തുരുമ്പ് കറിയുടെയും ഉപ്പ് കറിയുടെയും ശല്യം നമ്മുടെ ടാപ്പുകളിൽ ഉണ്ടാവുകയില്ല. നന്നായിട്ട് ഇതുപോലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അതിന് ശേഷം ഒന്ന് കഴുകിക്കളയുക, അത്ര തന്നെ. പിന്നീട് നമുക്ക് എപ്പോഴും നമ്മുടെ ടാപ്പിലുണ്ടാകുന്ന ഒരു ഉപ്പ് കറിയുടെയും അതുപോലെ തന്നെ തുരുമ്പ് കറിയുടെയും ശല്യം ഉണ്ടാവില്ല. മാത്രമല്ല നമ്മുടെ ടാപ്പൊക്കെ നല്ല പുത്തൻ പുതിയതായിട്ട് എപ്പോഴും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ടാപ്പും കാര്യങ്ങളൊക്കെ എപ്പോഴും തുരുമ്പ് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ഉപ്പ് കറയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും മാസത്തിൽ ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇനി അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ എപ്പോഴും വെള്ളം എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ടോയ്ലറ്റിലുള്ള ഇതുപോലുള്ള ബക്കറ്റാണെങ്കിലും മഗ്ഗാണെങ്കിലും വേഗത്തിൽ തന്നെ മണ്ണ് കറിയും ഒരുപാട് അഴുക്കൊക്കെ പിടിച്ചിട്ട് ഈ ഒരു അവസ്ഥയായിരിക്കും. അങ്ങനെയുള്ള ഇതുപോലുള്ള ബക്കറ്റും മഗ്ഗൊക്കെ നമ്മൾ മാസത്തിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ചെറുനാരങ്ങയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പുത്തം പുതിയതായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം പഴയ ഒരു ചെറുനാരങ്ങ, അതായത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെറുനാരങ്ങയല്ല, അത് പിഴിഞ്ഞിട്ട് ആ ഒരു തൊണ്ണും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കല്ലുപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ആ ഒരു ചെറുനാരങ്ങയുടെ തൊണ്ട് ഉപയോഗിച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സോപ്പ് പൊടിയോ ഒന്നിൻ്റെയും ആവശ്യമില്ല, സ്ക്രബ്ബറും ആവശ്യമില്ല. ഇതുപോലെ നന്നായിട്ട് ആ ഒരു ലെമണിൻ്റെ തൊണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ ആ ഒരു ബക്കറ്റിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ നീക്കം ചെയ്ത് നല്ല പുത്തം പുതിയതുപോലെ തന്നെ നമ്മുടെ ബക്കറ്റ് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതാ നല്ല രീതിയിൽ ബക്കറ്റ് മുഴുവനും ഞാൻ ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നല്ല വെള്ളത്തിലൊന്ന് കഴുകിയും കൂടെ കാണിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബക്കറ്റ് ഇപ്പം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചെറുനാരങ്ങ ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ നല്ല കുറേ ക്ലീനിങ് ടിപ്പുകളായിരുന്നു. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുവാണെങ്കിലും മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.